നിൽക്കുന്ന ഒരു സിനിമാക്കാരനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷെ സിനിമാക്കാരൻ എന്നതിലുപരി രാജേഷ് ശർമ്മ ഒരു നാടകക്കാരൻ കൂടിയാണ് അല്ലേ? അപ്പോൾ രാജേഷ് ചേട്ടന് ഈ കലോത്സവ സമയത്തുള്ളൊരു വൈബ്, പിന്നെ ഈ നാടകക്കാരെ കാണുമ്പോൾ ഉള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് നമ്മളെ കൈരളിയുടെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവെക്കാമോ? നാടകത്തിൻ്റെ വിയർപ്പെന്ന് പറയുന്നതാണ് നല്ലത്. സിനിമയിലിപ്പം വർക്ക് ചെയ്യുന്ന ഇപ്പം തന്നെ ഇവിടെ ഒരാളെയും കൂടെ പരിചയപ്പെടുത്തും. വാ, രാജേഷ് നമ്മുടെ അതെ സിനിമയിലെ ടെക്നീഷ്യനാണ്. അവൻ അത് ബ്രേക്ക് ചെയ്തിട്ട് നാടകക്കാരനും കൂടെയാണ്. അപ്പോൾ അത് ആ ജോലി ബ്രേക്ക് ചെയ്തിട്ട് അവൻ ഓടി ഇന്ന് ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ട് പാഞ്ഞു വന്നിരിക്കുകയാണ് രാജേഷ്. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്താണ്. അപ്പോൾ നാടകത്തിൻ്റെ വിയർപ്പുണ്ട്, അത് അനുഭവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അതിൻ്റെ ഒരു സുഖം. നമുക്ക് എന്താ പറയുക, അതൊരു ജൈവികത എന്നൊക്കെ പറയാം. പിന്നെ കുട്ടികളുടെ നാടകങ്ങൾ, അവരുടെ ഒരു എനർജി, അവർ തരുന്ന വിഷയങ്ങളുടെ വൈവിധ്യം, അതൊക്കെ അനുഭവിക്കാൻ തന്നെയാണ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ നാടകക്കാരുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് കലോത്സവം. എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ചിലരൊക്കെ വിദേശത്തു നിന്ന് വരെ വന്നിട്ടുണ്ട് ഈ നാടകങ്ങൾ, കുട്ടികളുടെ നാടകങ്ങൾ. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ വിഷയങ്ങളുടെ വൈവിധ്യം, പിന്നെ ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള ചില ആക്ടേഴ്സിനെ നമുക്ക് അരങ്ങിൽ അനുഭവിക്കാൻ. പിന്നെ സോപാനം പോലെയുള്ള രവീന്ദ്രനാഥ് നായർ മലയാളത്തിന് സമ്മാനിച്ച ഒരു വേദിയിലാണ് നാടകം. അതിൻ്റെ ഒരു സുഖമുണ്ട്. പിന്നെ ഇത്ര ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നമേ ഇതിനുള്ളൂ. അതെന്തായാലും സംസ്ഥാന കലോത്സവമൊക്കെ ആകുമ്പോൾ ഇത്രയും, അതായത് കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നും ആളുകൾ വരാം, ഇത് നാടക ആസ്വാദകർ വരും. അങ്ങനെ നിങ്ങളെപ്പോലെയുള്ള, അതായത് നമ്മൾ കഴിഞ്ഞ കലോത്സവത്തിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു, കലോത്സവ നഗരിയിൽ നിന്ന് അല്ലെങ്കിൽ നാടകത്തിന്റെ വേദിയിൽ നിന്ന് മോക്ഷം കിട്ടാത്ത നാടകക്കാരെന്ന് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് നല്ല ഇതായിരുന്നു, ഓപ്പൺ സ്റ്റേജ് എല്ലായിരുന്നു. 5000-ഓളം കാണികൾക്ക് കാണാൻ പറ്റുന്നൊരു സൗകര്യം ചെയ്തിരുന്നു അവിടെ. തളി ഓഡിറ്റോറിയത്തിന്റെ, തളി സ്കൂളിന്റെ സ്റ്റേജിലായിരുന്നു നാടകം. ഒരു രക്ഷയില്ല, പിന്നെ കുത്താൻ സ്ഥലമില്ലാത്ത അത്രയും ആൾക്കാരായിരുന്നു. അതെ അതെ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഓഡിറ്റോറിയം നാടകങ്ങളുടെ ഏറ്റവും അവതരിപ്പിക്കാൻ ഏറ്റവും മികച്ച ഓഡിറ്റോറിയമാണിത്. അതെ, ടാഗോറിനെക്കാളും എന്നുള്ളതാണ്. ഈ സ്പേസിൽ വ്യത്യസ്തമായിട്ടുള്ള അരങ്ങുകൾ സജ്ജീകരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ സോപാനം എന്ന് പറയുന്നത്. പിന്നെ പരസ്പരം ആ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക, കെട്ടിപ്പിടിക്കുക, അതല്ലേ പറയുന്നത് നാടകത്തിൻ്റെ വിയർപ്പ് അനുഭവിക്കുക എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂരിലെ പല ആൾക്കാരും ഇവിടെ അവിടുന്ന് നാടകം കാണാൻ വേണ്ടി മാത്രം ഇവിടെ എത്തി വന്നിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, എല്ലായിടത്തും, തിരുവനന്തപുരത്തെ. പിന്നെ കുട്ടികളുടെ പ്രകടനം ഇപ്പോൾ ഒരു 5-6 നാടകങ്ങളായി. പക്ഷേ ഈ 6 നാടകങ്ങളും വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. അവർ നമ്മളെ പഠിപ്പിക്കുകയാണെന്നുള്ളതാണ് സത്യം, അല്ലേ? അപ്പം കൊല്ലത്ത് നിന്നും ക്യാമറാമാൻ ദിലീപേട്ടനൊപ്പം അപർണ വിനോദ്.